നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഭാഗം 362. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം ചതുർത്ഥസ്കന്ധം 9-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ധ്രുവ ഉവാച. ധ്രുവൻ ആരോടാ സംസാരിക്കുന്നത്? സാക്ഷാൽ ശ്രീഹരിയോട്, മഹാവിഷ്ണുവിനോട്, ശ്രീമൻ നാരായണനോട്. യോ അന്തഃപ്രവിശ്യ മമ വാചം ഇമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീമൻ നാരായണനെ നോക്കി പറയാണ്, സകല ശക്തികളെ ധരിച്ചിരിക്കുന്ന. അപ്പോൾ എനിക്ക് കുറച്ച് ശക്തി വേണമെന്ന് പറയേണ്ട ആവശ്യമില്ല. ഭഗവാൻ നമ്മുടെ ഉള്ളിലെ സകല ശക്തികളെ ധരിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരുവചനങ്ങളെ അറിയാൻ സാധിക്കാത്തത് കൊണ്ട് കർത്തഭാവൻ ദിവസം കർത്തപൂച്ചേനെ ഇരുട്ടിൽ തപ്പുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ജീവിത രീതി. അതിന് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ യാതൊരുവൻ ഉള്ളിൽ പ്രവേശിച്ചിട്ട്, അവരവരുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് പ്രകർഷേണ ലീനയായിരുന്ന, അതായത് ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മറവിലിരിക്കുന്ന ഈ വാക്കിനെയും മറ്റുള്ള കൈകൾ, കാലുകൾ, ശ്രവണങ്ങൾ, ത്വക്ക് എന്ന് തുടങ്ങിയുള്ള ഇന്ദ്രിയങ്ങളെയും സ്വപ്രഭയാൽ, അതായത് ഭഗവാന്റെ പ്രഭയാൽ ചൈതന്യമുള്ളവയാക്കി തീർക്കുന്നുവോ അന്തര്യാമിയും ഭഗവാനുമായ നിന്തിരുവടിക്കായി കൊണ്ട് നമസ്കാരം. ഈ ഒരു ശ്ലോകം മനസ്സ് തട്ടിയാൽ മതി. ഇത് തട്ടിയാൽ ആൾ രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ ആ ധ്രുവസ്തുതിയുടെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം പറയാം. സകല ശക്തികളെയും ധരിച്ചിരിക്കുന്ന യാതൊരുവൻ എൻ്റെ അന്തർഭാഗത്തിൽ പ്രവേശിച്ചിട്ട് പ്രകാശമായ ചിത് ശക്തിയെ കൊണ്ട് വൈഖരി എന്നു പേരായ ശക്തിയെയും കൈകൾ, കാലുകൾ, ശ്രവണം, ത്വക്ക് മുതലായ മറ്റുള്ള ഇന്ദ്രിയങ്ങളെയും അവയുടെ വ്യാപാരങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള ശക്തിയുള്ളവയാക്കി തീർക്കുന്നുവോ സർവന്തര്യാമിയും ചിൽസ്വരൂപനുമായ ആ നിന്തിരുവടിക്കായി കൊണ്ട് നമസ്കാരം. അപ്പം അമ്പലത്തിൽ പോയി നമസ്കരിക്കുന്ന ആരേനെയാണ്? നമ്മുടെ ഉള്ളിലുള്ള ശക്തിയുടെ പ്രതിബിംബമാണ് വിശേഷണം ഗ്രഹിക്കേണ്ടതായിട്ടുള്ള വിഗ്രഹങ്ങൾ. ഇതറിയണം. ഇതറിയിപ്പിക്കേണ്ടത് ആചാര്യന്മാരുടെ കടമ. അത് ശ്രദ്ധിച്ച് കേട്ട് പ്രവർത്തിക്കേണ്ടത് ശ്രോതാക്കളുടെ മഹിമ. അപ്പോൾ സർവന്തര്യാമിയും ചിൽസ്വരൂപനുമായ ആ നിന്തിരുവടിക്കായി കൊണ്ട് നമസ്കാരം. ജഡങ്ങളായ ഇന്ദ്രിയങ്ങൾ ചൈതന്യസ്വരൂപനായ ഭഗവാൻ അന്തർഭാഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഭഗവത് അംശമായ ചിച്ഛക്തി ഇന്ദ്രിയങ്ങളിൽ വ്യാപിക്കുമ്പോൾ അവ സ്വവ്യാപാരങ്ങളെ നടത്തുന്നത് എന്ന് സാരം. സ്വ അന്തർഭാഗത്തിൽ ഈശ്വരൻ വസിക്കുന്നത് കൊണ്ടാണ് സർവേന്ദ്രിയങ്ങളും വ്യാപിച്ചിരിക്കുന്നത്. അത് കഴകക്കാരൻ്റെയും തന്ത്രിയുടെയും പ്രധാന പൂജാരിയുടെയും എഴുത്തുകാരൻ്റെയും കാവൽക്കാരൻ്റെയും അടിച്ചുതളിക്കാരുടെയും ഒക്കെ ഒരേപോലെ. അത് മനസ്സിലാക്കണില്ല നമ്മൾ. ചിലവർ പഠിച്ചു, ചിലവർ പഠിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ചിത്ശക്തിക്ക് യാതൊരു കുഴപ്പമില്ല. പണ്ടൊക്കെ ഈ നെല്ല് ചിക്കുക, അതേമാതിരി മിറ്റം അടിച്ചു പോരാ, ഒരേപോലെയാണ്. അതായത് ഓരോ റോ ആയിട്ട്, ഓരോ വരികളായിട്ട് കാണും. മിറ്റം അടിച്ചാലും ശരി, നെല്ല് ചിക്കിയാലും ശരി. അതെല്ലാവർക്കും സാധിക്കുമോ? ഇല്ല. അപ്പോൾ എല്ലാവരെയും പരസ്പരം ബഹുമാനിക്കണം.
ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോരുത്തർക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട്. ആ എക്സ്പെർട്ടൈസിനെ മോശമായിട്ട് കാണരുത്. എല്ലാവരും പരസ്പരം ധാരണയോടുകൂടി പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ ഈ ലോകം വൈകുണ്ഠായി, ഈ ലോകം അയോധ്യയായി. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്തത്, സംഘർഷങ്ങളില്ലാത്തത് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈശ്വരനെ അറിവാൻ ഇതര പ്രമാണം ആവശ്യമില്ലെന്ന് സൂചിപ്പിച്ചു. ഒരു പ്രമാണവും വേണ്ട. അവരവരുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന് വേറെ പ്രമാണം വേണ്ട. ഇനി 7, 8, 8, 9 4 വരി ശ്ലോകങ്ങളാണ്. ശ്രദ്ധിക്കുക. ഏകസ്ത്വമേവ ഭഗവന്നിതമാത്മശക്ത്യാ മായാഖ്യയോരുഗുണയാ മഹദാദ്യശേഷം സൃഷ്ട്വാനുവിശ്യ പുരുഷസ്തദ സദ്ഗുണേഷു നാനേവദാരുഷു വിഭാവസുവത് വിഭാസി. ഐശ്വര്യസ്വരൂപ. ഈ 5 വയസ്സായ കുട്ടിക്ക് ഇങ്ങനെ അഭിസംബോധന ചെയ്യണമെങ്കിൽ തൻ്റെ കുണ്ടലിനി ശക്തിയെ ഉയർത്തിയിട്ടുള്ളത് ഭഗവാനാണെന്നും ഭഗവാന്റെ വിഭൂതികൾ അറിഞ്ഞ ഒരാളാണ് ഈ ധ്രുവനെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഐശ്വര്യസ്വരൂപ, ഏകനായ അങ്ങ് മഹത്വക്കളായ ഗുണങ്ങളോടുകൂടിയ മായ എന്നു പേരായ അങ്ങയുടെ ശക്തിയാൽ മഹത്വത്വം മുതലായ ഈ സകലത്തെയും സൃഷ്ടിച്ചിട്ട് അനുപ്രവേശിച്ചിട്ട്, അതായത് ഉള്ളിലേക്ക് ഇറങ്ങി വന്നിട്ട് അന്തര്യാമി, പുരുഷൻ എന്ന് പറഞ്ഞാൽ അന്തര്യാമി എന്ന സംജ്ഞയെ വഹിച്ചിട്ട് അസത്തുക്കളായിരിക്കുന്ന ഗുണകാര്യങ്ങളിൽ കാഷ്ടങ്ങളിൽ അഗ്നി പോലെ അനേകം പോലെ പ്രകാശിക്കുന്നു. ഒന്ന് തന്നെ അനേകമായിട്ട്, ഏകത്വത്തിൽ നാനാത്വം. അത് ഭഗവാന് മാത്രമേ പറ്റുള്ളൂ. അത് കണ്ട് നമ്മൾ ഭ്രമിക്കരുത്. നമ്മൾ നാനാത്വം കൊണ്ട് ഏകത്വത്തിൽ രമിക്കാൻ സാധിക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുന്നു. വാഗാദികളായ ഇന്ദ്രിയങ്ങളെ സ്വവ്യാപാരങ്ങളിൽ ഏർപ്പെടുത്തുന്നത് വന്യാദികളായ ദേവന്മാരല്ലയോ എന്നുള്ള ശങ്കയെ പരിഹരിച്ചുകൊണ്ട് ഭഗവാന്റെ സർവാത്മഭാവത്തെ പറയുന്നു. സത്വാദി പ്രധാനയായിരിക്കുന്ന മായ കൊണ്ട് പേരുള്ള അങ്ങയുടെ ശക്തിയെക്കൊണ്ട്, മായ എന്ന് പേരുള്ള അങ്ങയുടെ ശക്തിയെക്കൊണ്ട് ഏകനായ നിന്തിരുവടി മഹത്തത്വാദികളായ സകലവും അടങ്ങിയ ഈ ലോകത്തെ സൃഷ്ടിച്ചു. അതിൽ അങ്ങു തന്നെ ജീവഭാവേന പ്രവേശിച്ചിട്ട് പുരുഷൻ എന്ന സംജ്ഞയെയും വഹിച്ചു. അചേതനങ്ങളും നശ്വരങ്ങളും ഗുണകാര്യങ്ങളുമായ ശരീരാദികളിൽ പ്രവേശിച്ച നിന്തിരുവടി ഏകനായിരുന്നുവെങ്കിലും നാനാവിധങ്ങളായ ആകൃതികളോടുകൂടിയ മരക്കഷ്ണങ്ങൾ വ്യാപിച്ചിരിക്കുന്ന അഗ്നി കാഷ്ടങ്ങളുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് പോലെ ബഹുവിധ ഭൂതവർഗങ്ങളിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നു. അങ്ങും ബഹുരൂപനെ പോലെ അജ്ഞദൃഷ്ടിയാൽ പ്രകാശിക്കുന്നു. അജ്ഞദൃഷ്ടി. അതിനാൽ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായ അജ്ഞാദികളും പ്രവേശിച്ചിരിക്കുന്ന ചിത് അംശം ഭഗത് അംശം അങ്ങയുടേതാകയാൽ അവയ്ക്കും ശക്തിയെ നൽകുന്നത് നിന്തിരുവടിയാകുന്നു. ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് നമുക്ക് വേറെ ഒരു പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാണില്ല. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ടാണ് 10 ഉത്തമ ഗുണങ്ങളുള്ള ഒന്നാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞത്. ഇനി 8ാമത്തെ ശ്ലോകം. തദ്വത്തയാ വയുനയോദമചഷ്ടവിശ്യം സുപ്തപ്രബുദ്ധൈവ നാഥഭവൽ പ്രപന്ന തസ്യാപവർഗ്യശരണം തവ പാദമൂലം വിസ്മര്യതേ കൃതവിദാ കഥമാർത്തബന്ധോ. ആർത്തന്മാർക്ക് ബന്ധുവായിട്ടിരിക്കുന്നവനെ, അത് ഒട്ടു ദൂരല്ല, ഏറ്റവും ഉള്ളിലാണ്, ഏറ്റവും അടുത്താണ്. നമുക്ക് ഏറ്റവും അടുത്ത് ഈശ്വരനാണ്. അത് കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ. അതറിയണില്ല നമ്മൾ. അത് അറിയണമെങ്കിൽ കൂടി എക്സ്പ്രസീവ് മോഡിൽ കൊണ്ടുവരാൻ സാധിക്കണില്ല. അപ്പോൾ പറയുന്നു, പ്രഭോ, ഭഗവാനെ ശരണം പ്രാപിച്ച ബ്രഹ്മാവ് അങ്ങയാൽ ദാനം ചെയ്യപ്പെട്ടതായ ജ്ഞാനശക്തിയാൽ, അതായത് വയുനയ ജ്ഞാനശക്തിയാൽ, അറിവാകുന്ന ശക്തി കൊണ്ട്
ഉറങ്ങി ഉണർന്നവനെ പോലെ ഈ ലോകത്തെ ദർശിച്ചു. ആ അങ്ങയുടെ മുക്തിമാർഗം ശരണമായിരിക്കുന്ന ചരണം ദുഃഖിതന്മാരുടെ ബന്ധുവായുള്ളവനെ. പക്ഷെ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണു? മദ്യപാനം ചെയ്തിട്ട് ദുഃഖത്തെ മറക്കാമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണം. അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചിട്ട്, ചരസ്, അല്ലെങ്കിൽ വാട്ടവർ ഈ പുതിയ കാലത്തെ കെമിക്കൽ ഇൻഗ്രീഡിയൻസ്, അതല്ല. ആർത്തബന്ധം എന്നുള്ളത് മദ്യത്തിന് പേരില്ല. ആർത്തബന്ധം എന്ന് പറഞ്ഞാൽ ചൈതന്യം. ആ ചൈതന്യം ഉള്ളിലുണ്ടായിട്ടും അറിയാത്തവനെ പോലെ നമ്മൾ പെരുമാറുന്നു. അപ്പോൾ ഒരു ഗണികൻ്റെ എന്താ പറയുക, ചാർത്ത് കണ്ട് ഈ ശരീരത്തിലുള്ള ചൈതന്യത്തിനെ മാറ്റാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. ശരീരത്തിലുള്ള ഈശ്വരീയതയെ നമ്മൾക്ക് ഗോപ്യമായി, അതായത് വളരെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്താ? മായ. ആ മായയെ മാറ്റാതെ കണ്ട് അവിദ്യയെ മാറ്റാതെ കണ്ട് വിദ്യയെ എങ്ങനെ കാണാൻ പറ്റും? അപ്പോൾ അവിടെയൊക്കെ വളരെയധികം ഇൻട്രിക്കേറ്റ് സബ്ജക്റ്റുകളുണ്ട്. പുരാണങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ വേർപാട് ചെയ്തതായിട്ട് കാണിക്കണ്ടോ? ഇല്ല. അത് കാലം എത്രത്തോളം കഴിഞ്ഞു അത്രത്തോളം അതിൻ്റെ പ്രാബല്യം കൂടി വരിക ചെയ്യണത്. കാരണം അജ്ഞത കൂടി വരിക ചെയ്യണത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദുഃഖിതന്മാരുടെ ബന്ധുവായിട്ടുള്ളവനെ കൃതജ്ഞനായിരിക്കുന്നവനാൽ എങ്ങനെ വിസ്മരിക്കപ്പെടാൻ പറ്റില്ല. കൃതജ്ഞതയല്ല, കൃതജ്ഞത ഉണ്ടെങ്കിൽ ഈശ്വരനെ മറക്കില്ല. കൃതജ്ഞന്മാർ മറക്കും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. ബ്രഹ്മാവിനും കൂടെ സൃഷ്ടി സാമർഥ്യം സിദ്ധിച്ചത് അങ്ങയുടെ കാരുണ്യം നിമിത്തമാകയാൽ മറ്റുള്ളവരുടെ കഥ പറയണമോ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹേ നാഥ സർവേശ്വര, ബ്രഹ്മാവ് നിന്തിരുവടിയിൽ നിന്ന് ജനിച്ചുവെങ്കിലും, അതായത് ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ നാഭികമലമാകുന്ന ഭൂമിയിലാണ്, അങ്ങനെ പറയണം, നാഭികമലത്തിലെന്ന് പറയുന്നത്, നാഭികമലമാകുന്ന വിശ്വത്തിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം അങ്ങയെ കാണാതെയും സൃഷ്ടിമാർഗം അറിയാതെയും ഖിന്നനായി ഭവിച്ചപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ചു. നിന്തിരുവടി ജ്ഞാനസ്വരൂപനായിട്ട് ഹൃദയത്തിൽ വിളങ്ങി. അപ്പോൾ അങ്ങയെയും അങ്ങയിൽ ലയിച്ചിരിക്കുന്ന ലോകത്തെയും കണ്ടു. ഉറങ്ങിയുണർന്നവൻ പൂർവം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വപ്രവൃത്തിയിൽ ഏർപ്പെടുന്ന വിധത്തിൽ സൃഷ്ടിവ്യാപാരത്തിൽ ഏർപ്പെട്ടു. നിത്യമുക്തന്മാരായിരിക്കുന്ന ബ്രഹ്മാദിദേവന്മാർക്കും നിന്തിരുവടിയുടെ പാദമൂലം തന്നെ ശരണം. അങ്ങനെ ഇരിക്കെ ദീനബന്ധു, നിന്തിരുവടിയാൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഉപകാരത്തെ അറിയുന്ന ഏതൊരുവനെങ്കിലും അങ്ങയെ മറക്കുമോ? മറന്നു നടക്കുന്നത് കൃതജ്ഞന്മാർ തന്നെ എന്ന് സാരം. അപ്പോൾ യജ്ഞവേദിയിൽ കയറിയിട്ട് ഭഗവാന്റെ ഈ സ്വതസിദ്ധമായ അവസ്ഥ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്തവരൊക്കെ കൃതജ്ഞന്മാരാണ്, കൃതജ്ഞതയില്ലാത്തവരാണ്. അവിടെയാണ് പ്രശ്നം. ഇതിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ ഗുരുനാഥനാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, അവിടെ ചെറുക്ക, നീയെ പ്രൊഫഷണലായിട്ട് പോണ്ട, അമേച്ചറായിട്ട് ഇരുന്നാൽ മതി. അതിൻ്റെ കൂടെ ഒന്നുകൂടി പറഞ്ഞു, തല കീറിയപ്പൻ വായ കീറിയിട്ടുണ്ടാവുമെന്ന്. തല കീറിയപ്പൻ വായ കീറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈശ്വര മഹിമ വിറ്റ് തിന്നരുത് എന്ന് പറഞ്ഞു. അതെന്നെ ഉപദേശം. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകം, 4 വരി. നൂനം വിമുഷ്ടമതയസ്തവമായയാതേ യേ ത്വാം ഭവാപ്യയ വിമോക്ഷണമന്യഹേതോ അർച്ചന്തി കൽപ്പകതരും ഗുണഭോഗഭോഗ്യം ഇച്ഛന്തി യൽ സ്പർശജം നരകേ അഭിനൃണാം. ഗേബി നൃണാം എന്നെ പറഞ്ഞത്. അതായത് പറയണു,
നൃണാം എന്ന് പറഞ്ഞ പ്രാണികൾക്കെന്ന് അർത്ഥം പറയണതേ. യാതൊരുത്തർ ജന്മമരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന കൽപ്പവൃക്ഷമായ അങ്ങയെ, ഭഗവാനെ തന്നെ കൽപ്പകവൃക്ഷമായിട്ടാണ് വ്യാസർ പറയണത്, മറ്റു കാര്യത്തിനായിട്ട് പൂജിക്കുന്നുവോ? അതായത് മോക്ഷത്തിനല്ലാതെ കൊണ്ടുള്ള പൂജ ഭഗവാൻ സ്വീകരിക്കണില്ല എന്നാ. പൂജിക്കുന്നുവോ? ജഡശരീരത്താൽ അനുഭവയോഗ്യമായിരിക്കുന്നതിനെ ഇച്ഛിക്കുന്നുവോ? അവർ അങ്ങയുടെ മായയാൽ വഞ്ചിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവരാകുന്നു നിശ്ചയം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ആരെങ്കിലും ഒരു ശ്രോതാവ് സ്റ്റേജിലിരിക്കുന്ന വക്താവിനോട് ചോദിച്ചാൽ പിന്നെ തലയിൽ മുണ്ടിട്ട് പോവെന്ന് വെറുതെയുള്ളൂ. അതാണ് പറഞ്ഞത്. അതായത് 199 പേജ്, 199. അപ്പോൾ പറഞ്ഞു, നിമിത്തമുണ്ടാകുന്ന സുഖം പ്രാണികൾക്ക് നരകത്തിലും ലഭിക്കുന്ന. ഇനി എന്താ പറയുക, അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. സകാമഭക്തന്മാരെ നിന്ദിക്കുന്നു എന്നാണ് പറഞ്ഞതേ. സകാമഭക്തന്മാരെ നിന്ദിക്കുന്നു. എങ്ങനെ? ജന്മജരാമരണ രൂപമായ സംസാര സങ്കടം തീർത്ത് പരമാനന്ദാനുഭവ രൂപമായ മോക്ഷത്തെ നൽകുന്ന ഭക്ത കൽപ്പതരുവായിരിക്കുന്ന നിന്തിരുവടിയെ ഇന്ദ്രിയങ്ങളെ തൽക്കാലം തൃപ്തിപ്പെടുത്തുന്നതായ തുച്ഛസുഖം ലഭിപ്പാനായി ആഗ്രഹിച്ച് ഭജിക്കുന്നവർ, എന്നെ പോലെയുള്ളവർ. അവിടെ ധ്രുവൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുക എന്നുള്ളത് തുച്ഛസുഖ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ തപസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജഗന്മോഹിനിയായ നിന്ദുരുപടിയുടെ മായയാൽ അപഹരിക്കപ്പെട്ട വിചാരശക്തിയോടുകൂടിയവർ തന്നെ നിശ്ചയം. എന്തുകൊണ്ടെന്നാൽ വിഷയേന്ദ്രിയ സംയോഗം നിമിത്തം തൽക്കാലം അനുഭവപ്പെടുന്ന തുച്ഛമായ സുഖം, സൂകരാതി എന്ന് പറഞ്ഞെങ്കിൽ പന്നി മുതൽക്കുള്ളത്, നികൃഷ്ടയോനികളിൽ ജനിക്കുന്ന പ്രാണികൾക്കും ഉണ്ടല്ലോ. ഇതും സൂകരമൂർത്തി എന്നുള്ള നിലയിൽ വരാഹ അവതാരമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് അജ്ഞതയാണ്. വിചാരശീലന്മാരായ മനുഷ്യന്മാരും ആ സുഖത്തെ തന്നെ ആഗ്രഹിക്കുന്നത് മൗഢ്യത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ. മൗഢ്യം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയുടെ ശക്തി കൊണ്ട് തന്നെ. എന്നാൽ അറിവില്ലാത്ത ആ വിധം ആഗ്രഹിക്കുന്നതായാലും ഭഗവാൻ അവർക്ക് അത് നൽകാതെ ഇരിക്കുകയല്ലയോ വേണ്ടത് എന്ന ശങ്കയ്ക്ക് സമാധാനം. നിന്തിരുവടി ഭക്തന്മാർക്ക് കൽപ്പകവൃക്ഷമെന്ന പോലെ ആകുന്നു, ആഗ്രഹിക്കുന്നതിനെ കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇതാണ് നല്ലതെന്ന് ഭഗവാൻ പറയില്ല. നിങ്ങൾ എന്താ ആഗ്രഹിക്കണോ അതായിത്തീരും. അപ്പം നല്ലത് വേണോ ചീത്ത വേണോ എന്നുള്ളത് സംസ്കാരം കൊണ്ട് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ കൽപ്പക വൃക്ഷ സ്വഭാവമാകുന്നു, ആഗ്രഹിക്കുന്നതിനെ കൊടുക്കുക. അതുപോലെ അങ്ങും ഭക്താഭീഷ്ടം എന്തായിരുന്നാലും അതിനെ നൽകുന്നു. അവർ ചോദിച്ചതിൽ മീതെ കൊടുക്കില്ല, ചോദിച്ചത് കൊടുക്കും. പരമ കൈവല്യം നൽകുന്നതിന് സമർത്ഥനായ അങ്ങയോട് തുച്ഛഫലങ്ങളെ പ്രാർത്ഥിക്കുന്നത് ഭക്തന്മാരുടെ മായാവിമോഹത്തെ സൂചിപ്പിക്കുന്ന നികൃഷ്ടവൃത്തിയാണെന്ന് സാരം. അവഹേളിക്കേണ്ടതാ, അവഹേളനയാണത്. ഭഗവാനെ അവഹേളിക്കുക ചെയ്യുന്നത്. 10, 11, 12 4 വരി ശ്ലോകം ഇട്ടുക. യാ നിർവൃതിസ്തനുഭൃതാം തവ പാദപത്മധ്യാനാദ്ഭവജ്ജനകഥാശ്രവണേന വാസ്യാൽ സാ ബ്രഹ്മണി സ്വമഹിമന്യഭിനാഥമാഭൂത് കിന്ദന്തകാശിലുളിതാത് പതതാം വിമാനാത്. ശരീരമെടുത്തവർക്ക് അങ്ങയുടെ പാദപത്മത്തെ ധ്യാനിക്കുന്നത് കൊണ്ടോ അങ്ങയുടെ ജനങ്ങളോടൊന്നിച്ച് കഥ കേൾക്കുന്നത് കൊണ്ടോ
യാതൊരു സുഖം ഭവിക്കുമോ അത് ഹേ സ്വാമിൻ സ്വതേ ഉള്ളതായ ബ്രഹ്മത്തിൽ പോലും ഉണ്ടാകുന്നില്ല. ബ്രഹ്മത്തിനു കൂടി ഈ ആനന്ദം ഉണ്ടാവണില്ല. അന്തകന്റെ വാൾ കൊണ്ട് ഖണ്ഡിക്കപ്പെടുന്ന വിമാനത്തിൽ നിന്ന് വീഴുന്നവർക്ക് പറയണമോ? അല്ലേ, വിമാനത്തിൽ നിന്ന് വീണാത്ത സ്ഥിതി എന്താ? അതിൻ്റെ ഭാവാർത്ഥം നോക്കൂ. സകാമന്മാർക്കല്ലയോ സ്വർഗാധിസ്ഥാന സുഖപ്രാപ്തി, അവരെ നിന്ദിക്കുന്നത് യോഗ്യമോ എന്ന ശങ്കയെ ഖണ്ഡിക്കുന്നു. ആധ്യാത്മികാദി താപത്രയങ്ങളെ പുത്രേഷണ ധാരേഷണ അർത്ഥേഷണ നിശേഷം നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന അങ്ങയുടെ പാദപത്മത്തെ ധ്യാനിക്കുന്നത് കൊണ്ടോ ഭക്തന്മാരോടൊരുമിച്ച് അങ്ങയുടെ അവതാരചരിതങ്ങളെ കേൾക്കുന്നത് കൊണ്ടോ യാതൊരു വിധമായ സുഖം അനുഭവപ്പെടുന്നുവോ ആ സുഖം ആനന്ദം തന്നെ. അതാണ് ആനന്ദം. ആ സമയത്ത് ദാഹം ഉണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല, ഉറങ്ങണമെന്ന് തോന്നില്ല, മൂത്രമൊഴിക്കാൻ പോകണമെന്ന് തോന്നില്ല, ഫാനുണ്ടോ കാറ്റ് വേണമെന്ന് തോന്നില്ല. സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഇരിക്കുന്നവർക്ക് കൂടെ അത് സിദ്ധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ കാലസ്വരൂപനായ അന്തകന്റെ ലവനിമേഷാദി പരിണാമരൂപമായ ആയുധത്താൽ, അതായത് ഈശ്വരാനുഗ്രഹമുള്ളവന് പുല്ല് വജ്രത്തിൻ്റെ ബല എന്നാണ് പറഞ്ഞത്. ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിലോ വജ്രത്തിന് പുല്ലിൻ്റെ വിലയുള്ളൂ. അപ്പം അതാണ് ലവനിമേഷാദി പരിണാമരൂപമായ ആയുധത്താൽ ക്രമത്തിൽ മുറിക്കപ്പെടുന്ന വിമാനത്തിൽ നിന്ന് താഴത്ത് വീഴുന്നവർക്കുണ്ടാകുന്നില്ലെന്ന് പറയണം. ദേവന്മാരും അവരുടെ വാഹനങ്ങളായ വിമാനങ്ങളും അവരുടെ സ്ഥാനമായ സ്വർഗവും കാലത്താൽ നശിക്കുന്നവയാകയാൽ ഭീതിയില്ലാതെ ഇരിക്കുന്ന ആനന്ദം അവിടെ ഇല്ലാത്തത് കൊണ്ട്, അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ലവനിമേഷാദി പരിണാമം എന്ന ഈ ടൈമർ, പണ്ടത്തെ കാലത്ത് ടൈമർ എങ്ങനെയാണ്? 2 ബൗളുകൾ ഒരു ചെറിയ ദാരത്തു കൂടെ എന്താ പറയുക ബന്ധിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ മണൽ നിറയ്ക്കുകയാണ്. അപ്പോൾ മുകളിലത്തെ ബൗളിൽ നിന്ന് താഴത്തെ ബൗളിലേക്ക് ആ നിശ്ചിത ആകൃതിയിൽ വീഴുന്ന മണൽത്തരുകൾ മുകളിൽ നിന്ന് താഴത്തെ ബൗളിൽ ആവുന്നത് വരെയുള്ളൊരു സമയമുണ്ട്. ആ സമയത്തിനെ കണക്കാക്കിയിട്ടാണ് നമ്മുടെ ഈ സമയം ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെയും അപ്സൈഡ് ഡൗൺ വയ്ക്കും. ആ ബൗളിൻ്റെ ഉള്ളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന സമയം അതേപോലെ അതിനെയാണ് ബുദ്ബുദാകാരം എന്നും പറയാം. വെള്ളത്തിലെ കുമിള പോലെ. അതാണ് ഈ ആയുസ്സിൻ്റെ ദൈർഘ്യം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു? അതിൽ നമ്മൾക്ക് ഉപകാരമായിട്ടുള്ളതും മറ്റുള്ളവർക്ക് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? എത്ര ആൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അവരവർക്ക് വാരിക്കൂട്ടി വെച്ചാലും ഈ ടൈമറാണ് നമ്മുടെ നിദാനം. അപ്പം ഈ കൂട്ടി വെച്ചതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? ഇനിയൊരു ജന്മമില്ലാത്ത ജീവിത അനുഭൂതി, അതാണ് സ്വച്ഛന്തമായിട്ട് സായൂജ്യ സാരീപ്യ സാലോക്യാദികൾ എന്ന് പറയും. എന്നാൽ പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, വേദനയില്ല. കാരണം ഈ പ്രസവ വേദനയും മരണവേദനയും 2 വേദനകൾ വളരെ ദുർഘടം പിടിച്ചതാണ്. അത് അനുഭവിക്കല്ല വേണ്ടത്, അതിനെ തിരസ്കരിക്കാൻ സാധിക്കണം. അപ്പോൾ പറഞ്ഞു, സ്വർഗാദി ലോകങ്ങളെ കാക്ഷിക്കുന്നത് ബുദ്ധിയില്ലായ്മ തന്നെ എന്ന് സാരം. അപ്പം നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം? വൈകുണ്ഠപ്രാപ്തി. 11 ഭക്തിം മുഹു പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാദനന്ദ മഹതാം അമലാശയാനാം ഏനാഞ്ചസോൽബണമുരു വ്യവസനം ഭവാബ്ധിം ന ഇഷ്യേ ഭവത് ഗുണകഥാമൃതപാനമത്താ. മധുപാനം ചെയ്ത് മത്തനായിരിക്കുന്നവന് സതുപദേശങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം ആ സമയം
സ്ഥലം, മുഖം, ന്യായം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അപരിച്ഛിന്ന സ്വരൂപ. ഭഗവാൻ ആരാ? അപരിച്ഛിന്നനാ. കാരണം ഒന്നും പിരിക്കാനില്ല. ശരീരം ഉണ്ടെങ്കിലല്ലേ പിരിക്കുള്ളൂ. ശരീരമില്ല, നിരാകാരനാണ്, ഒരു ശക്തിവിശേഷമാണ്. സർവത്ര കാതുകളും സർവത്ര കാലുകളും സർവത്ര കൈകളും ബുദ്ധികളായിട്ട് ഇങ്ങനെ നടക്കാണ് മൂപ്പര്. നടക്കാതെ പറയാൻ പറ്റില്ല. പറക്ക് എന്നാ ചെറുകുണ്ടോ? അതുമില്ല. അപ്പോൾ അപരിച്ഛിന്ന സ്വരൂപ, അങ്ങയിൽ അത്യന്തം ഭക്തിയെ വഹിച്ചിരിക്കുന്ന നിർമ്മലാന്തഃകരണന്മാരായ, നിർമ്മലമായ അന്തഃകരണമുള്ളവർക്കാണ് സംശുദ്ധ ഭക്തി ഉണ്ടാവുള്ളൂ. മഹാന്മാരുടെ സംസർഗം, അവിടെ പ്രസംഗം എന്നുള്ളതിന് സംസർഗം എന്നാണ് പറയുന്നത്. എനിക്ക് സംഭവിക്കണം, ധ്രുവം പറയാണ്, എനിക്ക് സത്സംഗം അനുഭവിക്കാൻ സാധിക്കണം. യാതൊന്നിനാൽ അങ്ങയുടെ ഗുണകഥയാകുന്ന അമൃതത്തിൽ മഗ്നനായി വിഷയോന്മുഖതയിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കണം. വിഷയങ്ങളിൽ താല്പര്യമില്ലാതെ കണ്ടിരിക്കാൻ സാധിക്കണം. ബഹുവിധങ്ങളായ വ്യസനങ്ങളെയും ഭയങ്കരവുമായിരിക്കുന്നതായ സംസാരസാഗരത്തെ പ്രയാസം കൂടാതെ കടക്കണം എന്നാ പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം, ഭഗവാന്റെ പാദപത്മധ്യാനവും ഭക്തിയും ആനന്ദഹേതുവാണെന്ന് മുമ്പത്തെ സ്തുതിയിൽ പറഞ്ഞുവെങ്കിലും ധ്യാനം ദുഷ്കരമായതിനാൽ ഭക്തിയെ തന്നെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ അനുകരണ ഭക്തിയല്ല, ഭക്തി ജ്ഞാനവൈരാഗ്യം തന്നെ പറയണം. ഇപ്പോൾ ഇന്നലെ ഞാൻ തൊട്ട് അങ്ങനെ ഒരു വ്യക്തി ഭക്തി ഉണ്ടെങ്കിൽ ജ്ഞാനം തന്നെ വരും എന്നാരോ പറഞ്ഞതായിട്ട് കേട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല, ഭാഗവതത്തിലില്ല. ഭക്തി ഉണ്ടായാൽ ജ്ഞാനം ഉണ്ടായിക്കൊള്ളുന്നില്ല, ജ്ഞാനം ഉണ്ടായാൽ ഭക്തി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഭക്തി ഉണ്ടായതുകൊണ്ട് വൈരാഗ്യം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ നടുവിലുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ വൈരാഗ്യം വരും. അവിടെയാണ് എല്ലാവരും പ്രഭാഷണം ചെയ്യാൻ തുടങ്ങിയ ബുദ്ധിമുട്ടായി. പഠിച്ചിട്ട് പ്രഭാഷണം ചെയ്യണം, അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട്. അല്ലാണ്ട് ഉദരംബരികളായിട്ട് പ്രഭാഷണം ചെയ്യുമ്പോൾ ആൾക്കാരിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടും. അവിടെയാണ് കരുണാകരൻ പിള്ള സാറിനെ പോലുള്ള മഹാഗുരുക്കന്മാരുടെ നിയോഗം. ഓരോരുത്തർക്കും ഒരു 1000 ആചാര്യന്മാരെ എടുത്ത് ഒരു ചോദ്യപേപ്പർ കൊടുക്കുക. എന്താ ചോദ്യപേപ്പർ? ആരാണ് നിങ്ങളുടെ ഗുരു? നിങ്ങൾ എത്ര വർഷം അല്ലെങ്കിൽ എത്ര മാസം അദ്ദേഹത്തെ ഉപാസിച്ചിട്ടുണ്ട്? എത്ര കാലം ഗുരുകുല വിദ്യാഭ്യാസ പ്രകാരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതായത് IIT ദേവി പത്മാവതി ക്ഷേത്രത്തിൽ കാലത്ത് 6:30 മുതൽ 9-9:30 വരെ പറഞ്ഞു തരുന്ന കാര്യം വൈകുന്നേരം ഒരു 1.5 മണിക്കൂറിൽ ഒരു സെമിനാറായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അദ്ദേഹം ശരി എന്ന് പറഞ്ഞാൽ തന്നെയാണ് അടുത്ത ദിവസം പുതിയ ക്ലാസ്സുള്ളൂ, ഇല്ലെങ്കിൽ ഇതന്നെ പഠിച്ച് വരാൻ പറയും. അപ്പോൾ ഇത്രയും ഭാവപൂർണമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പഠന പദ്ധതി രൂപകൽപ്പന ചെയ്യാൻ ഈശ്വരൻ തന്നെ നമുക്ക് സമയവും സന്ദർഭവും ഉണ്ടായത് കൊണ്ടാവാം ആദ്യകാലത്തിൽ സമ്പാദ്യം മോശമാണെങ്കിലും IIT പോലുള്ള ഒരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടിയത്. ഇതൊക്കെ വളരെ പരിച്ഛേദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈശ്വരൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ല. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ഭക്തിയെ തന്നെ പ്രാർത്ഥിക്കുന്നു. ഹേ അഭിരിച്ഛിന്ന സ്വരൂപ, നിത്യ അനിത്യ വിവേകത്താൽ വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തത് കൊണ്ട് നിശ്ചലമായ പരിശുദ്ധ അന്ധകരണമുള്ളവരും അതിനാൽ തന്നെ അങ്ങയിൽ പരമപ്രേമലക്ഷണയായ ഭക്തിയെ പ്രബലമായി വഹിച്ചിരിക്കുന്നവരുമായ മഹാജനങ്ങളുടെ സംസർഗം എനിക്ക് ലഭിക്കുവാൻ അനുഗ്രഹിക്കണം. എന്നിട്ടോ
അത് സാധിച്ചാൽ അവരുടെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന അങ്ങയുടെ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന കഥയാകുന്ന അമൃതത്തിൻ്റെ പാനത്തിൽ നിമഗ്നനായിട്ട്, അതാണ് ജ്ഞാനം. ആ ജ്ഞാനം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ബഹുവിധങ്ങളായ വ്യസനങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവും ഭയങ്കരവുമായിരിക്കുന്ന സംസാര സമുദ്രത്തെ പ്രയാസം കൂടാതെ ഞാൻ കടന്നുകൊള്ളാം. അപ്പോൾ ഇന്നലെ ഞാനൊരു കഥ പറയുണ്ടായി. ഒരു പണ്ഡിതനും ഒരു തോണിക്കാരനും കൂടിയിട്ടുള്ളൊരു കഥ എനിക്കൊരാൾ ഫേസ്ബുക്കിൽ ഇട്ട് തന്നതാണ്. ഞാനതിനെ കണ്ടിച്ചു. എന്താ കണ്ടിക്കാൻ കാരണം? ഇവിടെ എന്താ പറഞ്ഞത്? സംസാര സമുദ്രത്തെ പ്രയാസം കൂടാതെ ഞാൻ കടന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടെങ്കിൽ എനിക്ക് പങ്കായം വേണ്ട, എനിക്ക് തോണിയും വേണ്ട. പിന്നെയോ ഞാൻ മറന്നു കിടന്നാൽ കാറ്റിൻ്റെ ഗതിയിൽ ഞാൻ കരയ്ക്കെത്തുന്ന, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പല അനിമേറ്റഡ് ആണോ എന്ന് എനിക്കറിയാൻ വയ്യ, ഒരു നായ ബോട്ടിൽ നിന്ന് വീഴുകയാണ്. ആ നായേനെ ഒരു ഡോൾഫിൻ അതിൻ്റെ പുറത്ത് കയറ്റിയിട്ട് കരയ്ക്കണയ്ക്കുകയാണ്. അപ്പോൾ ഡോൾഫിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഡോൾഫിൻ എന്ന് പറയുന്ന മത്സ്യത്തിൻ്റെ ഉള്ളിൽ കരയിലും കടലിലും പിന്നെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഡോൾഫിൻ്റെ ഉള്ളിലും ചൈതന്യമുണ്ട്, നായയുടെ ഉള്ളിലും ചൈതന്യമുണ്ട്. അപ്പം നമ്മൾ കപ്പലിൽ നിന്ന് വീണാലും രക്ഷപ്പെടാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, ഇല്ലെങ്കിലോ ഇല്ല. പിന്നെ അതാണോ അൾട്ടിമേറ്റ്? അല്ല. രക്ഷപ്പെട്ടു, പിന്നെ നരകമാണ് അനുഭവിക്കേണ്ടി വന്നു വിചാരിച്ചാലോ ബുദ്ധിമുട്ടായി. അപ്പം ഇവിടെ നമ്മൾ കഥ പറയണത് ലൗകികമായ ബന്ധങ്ങളെ പറ്റിയിട്ടായിരിക്കരുത്, അലൗകികങ്ങളായ ഈശ്വര കൃപയെ ഉപോത്ഫലകമായിട്ടായിരിക്കണം കഥകൾ പറയാൻ സാധിക്കേണ്ടത്. അല്ലാത്ത കഥകൾ നശ്വരങ്ങളാണ്. അനശ്വരങ്ങളായിട്ടുള്ളത് ഈശ്വര കൃപ കൊണ്ടുണ്ടാവുന്ന കഥകളാണ്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ സമയത്ത് പ്രാർത്ഥനയും എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.